ആരോഗ്യം അമൂല്യം. കുട്ടികളിലെ കേൾവിക്കുറവ്, ഇതേക്കുറിച്ച് സംസാരിക്കുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ENT വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ സൗമ്യ ജോൺ. കുട്ടികളിലെ കേൾവിക്കുറവിന്റെ പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പ്രധാനമായും 3 ഘട്ടങ്ങളായി തിരിക്കാം. 1. ജനനത്തിന് മുൻപ്. 2. പ്രസവ സമയത്ത്. 3. കുട്ടിക്കാലത്ത്. ഗർഭാവസ്ഥയിൽ അമ്മയ്ക്കുണ്ടാകുന്ന റുബെല്ല, സൈറ്റോമെഗാലോ വൈറസ് തുടങ്ങിയ അണുബാധകൾ 1ാമത്തെ ഗണത്തിൽ പെടുന്നു. അതുപോലെ ജനിതക കാരണങ്ങൾ. പാരമ്പര്യമായി കുടുംബത്തിൽ ആർക്കെങ്കിലും കേൾവിക്കുറവുണ്ടെങ്കിൽ കുഞ്ഞിനും വരാനുള്ള സാധ്യത ഏറെയാണ്. ഗർഭകാലത്ത് ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ കഴിക്കുന്ന ചില മരുന്നുകൾ ഭ്രൂണത്തിൻ്റെ കേൾവികോശങ്ങളെ നശിപ്പിക്കാം. ഇവയാണ് ഓട്ടോടോക്സിക് മെഡിസിൻസ്. പ്രസവ സമയത്ത് മാസം തികയാതെയുള്ള പ്രസവം, കുറഞ്ഞ തൂക്കത്തോടെയുള്ള പ്രസവം, ജനന സമയത്ത് കുട്ടിക്ക് ഓക്സിജന്റെ ലഭ്യത കുറയുന്നത്, കടുത്ത മഞ്ഞപ്പിത്തം, ഇവയൊക്കെ മസ്തിഷ്കത്തെയും കേൾവിയുടെ ഞരമ്പിനെയും ബാധിക്കാം. 3ാമതായി കുട്ടിക്കാലത്തുണ്ടാകുന്ന കാരണങ്ങൾ നോക്കാം. ചെവിയിലെ അണുബാധ അല്ലെങ്കിൽ ഒട്ടൈറ്റിസ് മീഡിയ. ഏറ്റവും പ്രധാനപ്പെട്ടതും സാധാരണയായി കാണുന്നതുമായ കാരണം ഇതാണ്. പനിയോ ജലദോഷമോ ഉള്ളപ്പോൾ ചെവിക്കുള്ളിൽ നീർക്കെട്ടുണ്ടാകുകയും പിന്നീട് പഴുപ്പായി മാറുകയും ചെയ്യുന്നു. സാധാരണയായി രാത്രികാലങ്ങളിൽ വേദന അധികമായി അനുഭവപ്പെട്ട് കുട്ടിയെ ആശുപത്രിയിൽ എത്തിക്കാറുണ്ട്. അഡിനോയിഡ് ഗ്രന്ഥിയുടെ വീക്കം, അലർജി എന്നിവ ഉള്ള കുട്ടികൾക്ക് ഇത് കൂടുതൽ കണ്ടുവരുന്നുണ്ട്. കൃത്യമായി ഇത് ചികിത്സിച്ചില്ലെങ്കിൽ ഇടയ്ക്കിടെ ചെവിപ്പഴുപ്പുണ്ടാവുകയും ക്രമേണ ഞരമ്പിനെ ബാധിക്കുന്ന സ്ഥിരമായ കേൾവിക്കുറവായി മാറുകയും ചെയ്യും. അഡിനോയിഡ് ഗ്രന്ഥിയുടെ വീക്കം എക്സ്റേ എടുത്തോ മൂക്കിലൂടെ ചെറിയ ക്യാമറ കടത്തിയുള്ള പരിശോധന വഴിയോ മനസ്സിലാക്കാം. കുട്ടികളിൽ കൂർക്കം വലി, സ്ഥിരമായി വായ തുറന്നുള്ള ശ്വാസമെടുക്കൽ, തൂക്കം കുറയുക, ഇടയ്ക്കിടെ പനി, കഫക്കെട്ട്, ജലദോഷം, തൊണ്ടവേദന എന്നിവയുണ്ടാകുക, പല്ല് പൊന്തി വരിക എന്നിങ്ങനെ കണ്ടാൽ ശ്രദ്ധിക്കണം. ഒരു ENT ഡോക്ടറെ കണ്ട് വേണ്ട പരിശോധനകൾ ചെയ്യണം. ചില പകർച്ചവ്യാധികൾ, 5ാം പനി, മുണ്ടിനീര് എന്നിവയും തലച്ചോറിലെ പഴുപ്പും കേൾവിക്കുറവുണ്ടാക്കാം. ചെവിയിലെ തടസ്സങ്ങൾ, അമിതമായി അഴുക്ക് അല്ലെങ്കിൽ വാക്സ് അടിയുന്നത്, ചെറിയ കുട്ടികൾ എന്തെങ്കിലും വസ്തുക്കൾ ചെവിയിലിട്ടുണ്ടാകുന്ന അടവ്, ചില പ്രാണികൾ കയറി ഉണ്ടാകുന്ന മുറിവുകളും പിന്നീടുള്ള അണുബാധയും ഒക്കെ കേൾവിക്കുറവിന് കാരണങ്ങളായി കാണുന്നു. അടുത്തതായി ചെവിക്കോ തലയ്ക്കോ ഉണ്ടാകുന്ന അപകടങ്ങൾ, വീഴ്ചകൾ എന്നിവയോ, ചെവിക്കുള്ളിൽ എന്തെങ്കിലും കൂർത്ത വസ്തുക്കൾ ഇട്ട് വൃത്തിയാക്കുമ്പോൾ ഉണ്ടാകുന്ന പരിക്കോ, കർണപടവും ചെവിയിലെ ചെറിയ എല്ലുകളും തകരാറിലാക്കാൻ ഇടയുണ്ട്. ഈ പരിക്ക് കർണപടത്തിൽ സ്ഥിരമായ ഒരു ദ്വാരം അവശേഷിപ്പിക്കാം. ഇടയ്ക്കിടെ, പ്രത്യേകിച്ച് കുട്ടികളാകുമ്പോൾ ചെവിയിൽ വെള്ളം കയറിയാലും ജലദോഷം വന്നാലുമൊക്കെ ചെവിപ്പഴുപ്പുണ്ടാകുകയും ക്രമേണ കേൾവി കുറയുകയും ചെയ്യും. മറ്റൊരു കാരണമാണ് ഉയർന്ന ശബ്ദം. ഉയർന്ന ശബ്ദം കൊണ്ട് ചെവിക്ക് കർണപടത്തിനോ ഞരമ്പിനോ ക്ഷതമേൽക്കാം. ഉദാഹരണത്തിന് പടക്കം പൊട്ടിക്കുന്നത് മിക്ക ആഘോഷ ദിവസങ്ങളിലും ENT കാഷ്വാലിറ്റികളിൽ കാണുന്ന ഒരു കാഴ്ചയാണ്. അടുത്തുനിന്ന് പടക്കം പൊട്ടിച്ചതിന് ശേഷം പെട്ടെന്ന് കേൾവി നഷ്ടപ്പെട്ടു, ചെവിയിൽ നിന്ന് ബ്ലീഡിംഗ് ഉണ്ടായി എന്നിവ. കേൾവിക്കുറവിൻ്റെ കാരണങ്ങളിൽ 60% കൃത്യസമയത്തെ ചികിത്സ കൊണ്ട് പരിഹരിക്കാൻ സാധിക്കും. കൃത്യസമയത്ത് കണ്ടെത്തുക എന്നതാണ് പ്രധാനം. ഓരോ കുട്ടിയുടെയും കേൾവിക്കുറവിൻ്റെ തരവും തീവ്രതയും അനുസരിച്ചാണ് ചികിത്സ തീരുമാനിക്കുന്നത്. ചെവിയിലെ അണുബാധ മരുന്നുകൾ കൊണ്ടോ നീര് മാറ്റാനുള്ള ചെറിയ സർജറി വഴിയോ പരിഹരിക്കാം. അഡിനോയിഡ് ഗ്രന്ഥിയുടെ വീക്കം ഒരു കാരണമാണെങ്കിൽ അതിനുള്ള മരുന്നുകൾ, മൂക്കിൽ കൊടുക്കുന്ന സ്പ്രേകൾ എന്നിവ ചെയ്യാം. ചില കുട്ടികളിൽ അഡിനോയിഡ് നീക്കം ചെയ്യാനുള്ള സർജറിയും വേണ്ടി വന്നേക്കാം. കർണപടത്തിലെ സുഷിരങ്ങൾ, എല്ലുകളുടെ തകരാറുകൾ ഇതൊക്കെ സർജറി വഴിയാണ് പരിഹരിക്കുന്നത്. പൂർണ്ണമായി കേൾവി നഷ്ടപ്പെടാത്ത കുട്ടിക്ക് ഡിജിറ്റൽ ഹിയറിംഗ് എയ്ഡ് നൽകുന്നു. ഹിയറിംഗ് എയ്ഡ് കൊണ്ട് ഫലമില്ലാത്തവർക്ക് കോക്ലിയർ ഇംപ്ലാന്റേഷൻ പോലെയുള്ള സർജറികൾ ചെയ്യുന്നു. കൂടാതെ അസിസ്റ്റീവ് ലേണിംഗ് ഡിവൈസസ്, സ്പീച്ച് തെറാപ്പി എന്നിവയും സഹായകരമാണ്. ഇത്തരത്തിൽ നമുക്ക് ചുറ്റുമുള്ള ഓരോ കുട്ടിക്കും ആവശ്യമായ ഇടപെടൽ കൃത്യസമയത്ത് ഉണ്ടാകട്ടെ. കുട്ടികളിലെ കേൾവിക്കുറവിനെക്കുറിച്ച് സംസാരിച്ചത് ഡോക്ടർ സൗമ്യ ജോൺ.